ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നമ്മൾ സാധാരണ പരിപ്പ് വെച്ചിട്ടല്ലേ പരിപ്പടൊക്കെ ഉണ്ടാക്കിയെടുക്കാറ്. അപ്പോൾ ഇന്ന് നമുക്ക് ഗ്രീൻ പീസ് വെച്ചിട്ട് ഗ്രീൻ പീസ് വട ഉണ്ടാക്കാം കേട്ടോ. പരിപ്പടിനേക്കാൾ നല്ല ടേസ്റ്റിയാണ്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല. നമ്മൾ സാധാരണ പരിപ്പട ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ ഇതും ചെയ്യേണ്ടത്. നല്ല ടേസ്റ്റിയാണ്, പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാട്ടോ ഉണ്ടാകാൻ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് 1/2 കിലോ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഗ്രീൻ പീസിനെ 3-4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കാം കേട്ടോ. കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഇതിനൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണേ. ചെറുതായിട്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. പക്ഷേ നമ്മളെ കയ്യിലിങ്ങനെ നമുക്ക് ഒതുക്കി കിട്ടണം. ചെറിയ ചെറിയ പീസായിട്ട് ഗ്രീൻ പീസ് അതിലുണ്ടാവുകയും ചെയ്യണം. എന്നാൽ മൊത്തത്തിൽ അങ്ങ് അരഞ്ഞു പോകാനും പാടില്ല കേട്ടോ. ആ ഒരു പാകത്തിന് നമ്മളെ കയ്യിൽ ഒതുങ്ങി കിട്ടുകയും ചെയ്യണം. ആ രീതിക്ക് വേണം കേട്ടോ. നമ്മളിതാ ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ. വെള്ളം ഒട്ടും ചേർക്കാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് കുറച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടിച്ചടിച്ചെടുക്കാം കേട്ടോ. വെള്ളം നമ്മൾ എത്ര കുറവ് ചേർത്താലും നന്നായിട്ട് ഇത് അരഞ്ഞു പോകട്ടെ. അരഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റില്ല. സോഫ്റ്റ് ടൈപ്പും ആകെ മൊത്തത്തിൽ അങ്ങ് സോഫ്റ്റ് ടൈപ്പും എണ്ണയൊക്കെ കുടിച്ചും പോകട്ടെ. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്രീൻ പീസൊക്കെ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പാകത്തിനാവും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാകും. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാകും. പുറംഭാഗം നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിനി ആവശ്യമായിട്ടുള്ളത് പച്ചരി ആട്ടോ. അപ്പോൾ ഒരു 1/2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം 1/2 കിലോ ഗ്രീൻ പീസ് അല്ലേ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പച്ചരി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു 2 മണിക്കൂർ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും വെള്ളമൊന്നും ചേർക്കാതെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊരു തരിതിരിപ്പുള്ള രീതിക്ക് വേണം നമ്മളിതിരുന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അരച്ചെടുത്തതും കൂടി നമ്മൾ മിക്സിയുടെ ജാറിൽ നിന്ന് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചരിയും ഗ്രീൻ പീസും ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ പീസ് അരച്ചെടുത്ത് കണ്ടിട്ടില്ലേ, ആ ഒരു പാകത്തിന് വേണ്ട ഗ്രീൻ പീസ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. നന്നായിട്ട് അരച്ചെടുക്കാനേ പാടില്ല. ഈ ഗ്രീൻ പീസ് നമുക്കിങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്ന ആ ഒരു പാകത്തിന് അരച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകാൻ. അപ്പോൾ നമ്മളിതാ പച്ചരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചമുളക് ആട്ടോ. നമ്മളെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 2-3, വലുതാണെങ്കിൽ 2 മതിയാവും, ചെറുതാണെങ്കിൽ 3 സവാളയൊക്കെ ഇട്ട് കൊടുക്കണേ. എന്നാൽ മാത്രം കേട്ടോ ടേസ്റ്റ് ഉണ്ടാകാൻ. അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം നമ്മൾ മഞ്ഞളും ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് കൂടുതൽ നമുക്ക് ഈ ഒരു ഗ്രീൻ പീസിന് വടക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് കുഴച്ചെടുത്തതിന് ശേഷം മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർക്കുന്നുണ്ട്. കറിവേപ്പില നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയും ചേർത്തെടുക്കാം കേട്ടോ. അതിന് കൂടി നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നമ്മൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ. ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല. നമ്മൾ പച്ചരി അരക്കുമ്പോഴാണെങ്കിലും നമ്മൾ ഗ്രീൻ പീസ് റെഡിയാക്കി എടുക്കുമ്പോഴാണെങ്കിലും നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്താണെങ്കിൽ കൂടിയും വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ. കൈ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുത്താൽ തന്നെ നമ്മളെ പാകത്തിനുള്ള രീതിക്ക് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഇപ്പോൾ നന്നായിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ ഇങ്ങനെ ഒരുമിച്ച് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് റെഡിയായോ എന്നറിയാൻ വേണ്ടി കയ്യിലേക്ക് കുറച്ച് മാവ് എടുത്തിട്ട് ഈ ഒരു ഗ്രീൻ പീസിൻ്റെ ഈ ഒരു മാവ് നമ്മൾ കയ്യിലേക്ക് എടുക്കാം. എന്നിട്ട് ഒന്ന് ഉരുട്ടയാക്കി നോക്കിയാൽ മതി കേട്ടോ. ബോൾസ് പോലെ ഒന്ന് ആക്കി നോക്കാം. ആ ഒരു പാകത്തിനായിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായിട്ടുണ്ടാവേ. നമ്മൾ സവാളയൊക്കെ ആവശ്യത്തിന് ഇതിലെന്തായാലും ചേർക്കണേ. സവാളയൊക്കെ ആവശ്യത്തിന് ചേർത്താൽ മാത്രം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നല്ലൊരു സ്മെല്ലൊക്കെ വരും. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതേപോലെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് റെഡി ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ. ഇതുപോലെ നമുക്കൊരു ബോൾസ് പോലെ ആക്കിയെടുക്കാൻ പറ്റുന്ന ആ രീതിക്ക് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെറുത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇനി എല്ലാം കുറച്ച് വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്ക് കുറച്ച് അധികം തന്നെ ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ട് കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് നല്ല നൈസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കാം. എന്നാൽ അത്യാവശ്യം നമ്മളെ പരിപ്പുവടേൻ്റെ ആ ഒരു പാകത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇനി ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം വേവാതെ പുറം ഭാഗം നന്നായിട്ട് ക്രിസ്പി ആയി പോകും, കളറും മാറിപ്പോകട്ടോ.
അപ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് എടുക്കുമ്പോൾ ഉള്ളിലുള്ള ഗ്രീൻ പീസ് ഒന്നും അങ്ങ് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് അതിൻ്റെ കളറൊന്ന് മാറി വരുന്നവരെ നമുക്കിത് ഇതുപോലൊന്ന് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കുക, തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടേ നിൽക്കുക. അപ്പോൾ അങ്ങ് പെട്ടെന്ന് അങ്ങ് റെഡി ആയിട്ട് വന്നോളും. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല കേട്ടോ. നമ്മൾ സാധാരണ പരിപ്പോടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ആവശ്യമുള്ളൂ. ഇതൊന്ന് കുക്കായിട്ട് കിട്ടുന്ന ആ ഒരു സമയം മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും പെട്ടെന്ന് കളറൊക്കെ മാറി വരും. മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇതുപോലെ ഇങ്ങനെ കളർ മാറി മാറി വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളറൊക്കെ മാറി ഒന്ന് ക്രിസ്പി ആയി കാണുമ്പോൾ എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ക്രിസ്പി ആയിട്ട് വെന്തിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ പീസും സവാളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ കളറങ്ങ് മാറി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കളറായി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് അങ്ങ് മാറ്റി കൊടുക്കാം. സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടും ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നമ്മൾ ഗ്രീൻ പീസിൻ്റെ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഒന്ന് മാത്രം മതിയാവും നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയും കൂടിയല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാക്കാൻ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.